ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രധാന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. SSC MTS ഹവൽദാർ 2025 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 10ാം ക്ലാസ് യോഗ്യതയിൽ എഴുതാൻ കഴിയുന്ന ഈ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി റിലീസ് ചെയ്തു. അതിന്റെ വാക്കൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ MTSന്റെ വാക്കൻസി അവർ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹവൽദാറിന്റെ വാക്കൻസി മാത്രം വളരെ കുറച്ചായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ മാറ്റം കുറിച്ചുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ടെന്റേറ്റീവ് വാക്കൻസിയുടെ ടേബിൾ ആണ് അവരിപ്പോ എന്ത് ചെയ്തിരിക്കുന്നത്, അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ഇമ്പോർട്ടന്റ് നോട്ടീസ് നിങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ടിയായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനുള്ള അവസരമാണ്. അപ്പൊ എന്തായാലും കാൻഡിഡേറ്റ്സിന്റെ അടുത്ത് പറയുകയാണ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അഥവാ MTSന്റെയും ഹവൽദാർ എന്ന് പറയുന്നത്, ഹവൽദാർ CBICയിലും CBNയിലുമാണ് വരുന്നത്. CBIC കസ്റ്റംസിലേക്കും അതുപോലെ തന്നെ നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുമാണ് നിങ്ങളുടെ ഹവൽദാർ പോസ്റ്റിംഗ് വരുന്നത്. നോട്ടിഫിക്കേഷൻ ഓൾറെഡി റിലീസ് ചെയ്തതാണ്. അതിൽ വാക്കൻസി റിപ്പോർട്ടഡ് ആയിരുന്നില്ല. ഇപ്പോ പക്ഷേ അതിന്റെ ടെന്റേറ്റീവ് വാക്കൻസി വന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. MTSന്റെ വാക്കൻസി 4375. പൂജ്യത്തിൽ കിടന്ന MTSന്റെ വാക്കൻസി നേരെ കുതിച്ച് എങ്ങോട്ടേക്ക് പോയി, 4375 വാക്കൻസി ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഒപ്പം ഹവൽദാറിന്റെ വാക്കൻസി 1080 മാറിയിരിക്കുകയാണ്. 1075 ആയിരുന്നു ഓൾറെഡി റിപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ 1089 എന്ത് ചെയ്തിരിക്കുന്ന മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇന്ന് 28/7 ഈ ഒരു നോട്ടിഫിക്കേഷൻ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ 2024 MTSന്റെ വാക്കൻസി ലിസ്റ്റ് നോക്കുമ്പോൾ അത്രയ്ക്കൊന്നും വാക്കൻസി ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏകദേശം 5000ൽ പുറത്തൊരു വാക്കൻസിയാണ് തന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ MTSന് മാത്രമായിട്ട് 6000 വാക്കൻസി, 6000ൽ പുറത്ത് വാക്കൻസി, ഹവൽദാറിന് 3000ൽ പുറത്ത് വാക്കൻസി, അങ്ങനെ ആകെ മൊത്തം 9000ൽ പുറത്ത് വാക്കൻസി ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് 5000ൽ പുറത്ത് വാക്കൻസി ഉള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം 8000 വാക്കൻസി വിളിച്ചിട്ടാണ് 9000 ആയിട്ട് ലാസ്റ്റ് റിവൈസ് ചെയ്യുന്നത്. അതുപോലെ ഒരു റിവൈസിങ് ഇവിടെയും ചിലപ്പോൾ നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും ഇപ്പൊ 5000 ആണെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട. ഓരോ സമയം ഇത് ചിലപ്പോൾ മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത് അങ്ങനെ തന്നെ ആ ഒരു പോസിറ്റീവ് വേയിൽ തന്നെ ചിന്തിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അതിന്റെ എക്സാം ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് സെപ്റ്റംബർ 20-നും അതുപോലെ തന്നെ ഒക്ടോബറിലും ആയിട്ടാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് MTSന്റെ എക്സാം നടക്കാൻ പോകുന്നത്. എന്തായാലും CGL അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല, ചേഞ്ചസ് ഉണ്ടാവുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും MTSും ഇതേ ഡേറ്റിൽ തന്നെ നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് ഏറ്റവും നന്നായിട്ട് തന്നെ പഠിക്കുക. പുതിയ വെണ്ടർ ആണ്. പുതിയ വെണ്ടർ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതൊന്നും നിങ്ങളെ പിന്നോട്ട് തിരിക്കരുത്. നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ നിങ്ങൾ സെലക്ഷൻ പോസ്റ്റിൽ കണ്ടു കാണും, എല്ലാ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ആണ് അവരെന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസിന് കൊടുത്തിട്ടുള്ളത്. അതായത് 10ാം ക്ലാസ് യോഗ്യതയിലുള്ള ക്വസ്റ്റ്യൻ, +2 യോഗ്യതയിലുള്ള ക്വസ്റ്റ്യൻ, ഡിഗ്രി യോഗ്യതയിലുള്ള ക്വസ്റ്റ്യൻ, അങ്ങനെ തന്നെയാണ് പോകുന്നതെന്നാണ് എല്ലാവരും ഇപ്പൊ എക്സാം എഴുതിയ കഴിഞ്ഞ ആൾക്കാരൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ MTS എന്ന് പറയുന്ന 10th ക്വാളിഫിക്കേഷൻ എക്സാമും നിങ്ങൾ എന്ത് ചെയ്യുക, കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ച് മുന്നേറുക. പിന്നെ ഇതിന്റെയൊക്കെ മോക്കുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആയി കാണും. സെലക്ഷൻ പോസ്റ്റിന്റെ അതുപോലെ ഇനിയിപ്പോൾ CGL കഴിയും, CHSലൊക്കെ വരും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ്ഫുൾ ആവും അല്ലെ. MTS എക്സാമിനേഷന് വേണ്ടി അത് യൂസ്ഫുൾ ആവും. അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു ക്ലാസ്സസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ദിശ അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. നമ്മുടെ റെഗുലർ കോഴ്സിലേക്കോ അല്ലെങ്കിൽ MTS സ്പെഷ്യൽ ക്ലാസ്സിലേക്കോ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഫോക്കസ് ചെയ്ത് പുതിയ വെണ്ടറിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ക്ലാസ്സസ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയും യൂസ്ഫുൾ ആവാന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് സീരീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചാൻസ് ആണ്. അത് ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു വെണ്ടർ വന്നു എന്ന് വിചാരിച്ച് നിങ്ങളുടെ ആ ഒരു അറിവ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യത്തിനൊന്നും ഒരു മാറ്റവും ഇല്ല. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പൊ ഈ ഒരു നോട്ടീസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ട് തന്നെ, ഇത്രയും വാക്കൻസി റിപ്പോർട്ട് ചെയ്തു, അതിലൊരു വാക്കൻസി എന്റേതാണെന്ന് വിചാരിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്